പെട്ടെന്നൊരു ചോദ്യം ചോദിക്കട്ടെ. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടെ നിങ്ങളിൽ എത്ര പേർ വിക്കിപീഡിയ ഉപയോഗിച്ചു? പലരുടെയും ഉത്തരം ഉപയോഗിച്ചില്ല എന്നായിരിക്കും. ഗൂഗിളിന്റെ AI മോഡും ചാറ്റ് GPTയും ഒക്കെ വന്നതോടെ നമ്മളിൽ പലരുടെയും വെബ് സെർച്ചിങ് രീതികൾ തന്നെ മാറിപ്പോയിട്ടുണ്ട്. ഇത്തരം AI ചാറ്റ് ബോട്ടുകൾ വിക്കിപീഡിയ എന്ന ഇന്റർനെറ്റിലെ ഏറ്റവും വലിയ സൗജന്യ എൻസൈക്ലോപീഡിയയെ കൊല്ലുകയാണോ? പരിശോധിക്കാം. അടുത്തിടെ പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് AI ടൂളുകൾ വിക്കിപീഡിയയ്ക്ക് ഭീഷണിയാകുമെന്നാണ് ആശങ്ക. വിക്കിപീഡിയയിലേക്കുള്ള ഹ്യൂമൻ ട്രാഫിക് മുൻ വർഷത്തേക്കാൾ 8% കുറഞ്ഞു. 2022 ശേഷം ട്രാഫിക് 14% കുറഞ്ഞത്. പ്രതിമാസ സന്ദർശകർ 16 മുതൽ 18% വരെ കുറഞ്ഞു. ചാറ്റ് GPT പോലുള്ള AI ടൂളുകളും സെർച്ച് എഞ്ചിനുകളുമാണ് ഇതിനുള്ള പ്രധാന കാരണം. പുതിയ തലമുറ സോഷ്യൽ മീഡിയയെയും ഷോർട്ട് വീഡിയോകളെയും ആശ്രയിക്കുന്നതും ഭീഷണിയാണ്. ചാറ്റ് GPTയും ഗൂഗിൾ ക്രോമും എല്ലാം വിക്കിപീഡിയ പോലുള്ള വെബ്സൈറ്റുകളിലെ വിവരങ്ങൾ ഉപയോഗിച്ച് ഉപയോക്താവിന് നേരിട്ടാണ് ഉത്തരങ്ങൾ നൽകുന്നത്. വെബ്സൈറ്റ് സന്ദർശിക്കാതെ തന്നെ ഉത്തരങ്ങൾ ലഭിക്കുമെന്നതാണ് പ്രത്യേകത. ഇത് പേജിലേക്കുള്ള ട്രാഫിക് കുത്തനെ കുറയ്ക്കുകയും ചെയ്യും. ട്രാഫിക് കുറയുന്നതോടെ വരുമാനത്തിൽ ഇടിവുണ്ടാവുകയും നിലനിൽപ്പ് ഭീഷണിയാവുകയും ചെയ്യും. ലോകത്തെ ഏതാണ്ട് എല്ലാ വെബ്സൈറ്റുകളും അനുഭവിക്കുന്ന പ്രശ്നം തന്നെയാണിത്. എന്ന് വെച്ച് വിക്കിപീഡിയയുടെ പ്രസക്തി ഇല്ലാതാകുമോ? ഇല്ലെന്നാണ് ഉത്തരം. കാരണം AI മോഡലുകൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ മനുഷ്യനിർമ്മിതമായ ഡേറ്റ ആവശ്യമാണ്. അതില്ലാതെ വന്നാൽ AI മോഡലുകളുടെ പ്രവർത്തനം അവതാളത്തിലാകും. 2026 ജനുവരി 15 കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന വിക്കിപീഡിയ അടുത്ത 25 വർഷങ്ങൾ കൂടി ഇവിടെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വിക്കിപീഡിയ പോലുള്ള വെബ്സൈറ്റുകൾ അകാല മരണത്തിലേക്കാണോ നീങ്ങുന്നത്? അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്.